ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഞാൻ സജിത KN, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻസിനുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് BCom BBA ഡിഗ്രി. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു BCom BBA ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്ന്, നമ്മൾ എന്തൊക്കെ കോമൺ ടോപ്പിക്സ് ആണ് ഈ ഒരു ഇതിൽ നമ്മൾ പഠിക്കുന്നത്, പിന്നെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് ലേൺ ചെയ്യാനായിട്ട് കഴിയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ 12th ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ BCom BBA കോഴ്സുകളിലൊക്കെ ചേരാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ കൊമേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത്, നമ്മളതിനെക്കുറിച്ചൊരു ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, ഇപ്പോൾ സയൻസിനോട് വിരോധമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സയൻസിന് സീറ്റ് ലഭിക്കാത്തത് കൊണ്ട്, അതും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോലെയുള്ള സബ്ജക്റ്റ് ഒരുപാട് തിയറികൾ പഠിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, അപ്പോൾ ഇതൊക്കെ മൂലമാണ് കൊമേഴ്സിലേക്ക് വരുന്നത് എന്ന് പലരും പറയാറുള്ളതാണ്. അല്ലാതെ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനോട് താല്പര്യമുണ്ടായിട്ടോ അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അതൊരു പാഷനേറ്റ് ആയിട്ടോ വരുന്നതല്ല പല കുട്ടികളും. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് കൊമേഴ്സ് ഒരു പാഷനായിട്ട് ഈ ഒരു കോഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്, ഇന്ത്യയിൽ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോബ് ലഭിക്കുന്നത് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഗ്രി ഉള്ളത്, ഒരുപാട് ഗവൺമെൻറ് ജോബൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഡിഗ്രി ഉള്ളത് കൊമേഴ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തുള്ള മുഴുവൻ സംരംഭങ്ങളും വ്യവസായങ്ങളും സ്ഥാപനങ്ങളും എല്ലാം എടുത്തു നോക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇപ്പോൾ എൻജിനീയറിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 to 35% ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 20 to 25% മെഡിക്കൽ അലൈഡ് സയൻസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേസമയം നമ്മളിപ്പോൾ ഒരു കൊമേഴ്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിലെ BComോ അല്ലെങ്കിൽ ഒരു BBO ഡിഗ്രി ഹോൾഡർക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഇപ്പോൾ നമുക്ക് അക്കൗണ്ടൻസി, ഫിനാൻസ്, ഓഡിറ്റിങ്, മാനേജ്മെൻറ്റ്, ഇതിലൊക്കെ 100% നമുക്ക് അവസരങ്ങളാണ് അല്ലേ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഒരു അക്കൗണ്ടൻ്റ് ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു മാനേജർ ഇല്ലാത്ത ഒരു ബിസിനസ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കൊരു BCom BBA അതിനോടൊപ്പം തന്നെ നമുക്കൊരു അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ജോബിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരും. അപ്പോൾ ഈ BCom BBA എന്ന് പറയുന്നത് കൊമേഴ്സിലെ 2 പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. അപ്പോൾ നമ്മൾ 12th ക്ലാസ്സിലെ കൊമേഴ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട 2 കോഴ്സുകളാണ് BComഉം BBAയും. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറ് BCom BBA, ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസൊക്കെ പ്രകാരം കുറച്ചൊക്കെ സിമിലർ ആയിട്ടുള്ള സബ്ജക്ട്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ BCom BBAയിൽ പഠിക്കുന്നത്. അപ്പോൾ അതിലെ നമ്മൾ പറയുക BBA എന്ന് പറയുന്നത് കുറച്ചുകൂടെ അത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ്. ഇവിടെ നമുക്കൊരു മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലുള്ള ഒരു കരിയറാണ് ഇതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് BBAയിലൂടെ വരുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റുകളെ
വളർത്തിയെടുക്കുന്ന ഒരു കോഴ്സാണ് BBA എന്ന് പറയുന്നത്. അതേസമയം BCom എന്ന് പറയുന്നത് കൊമേഴ്സ് റിലേറ്റഡ് സബ്ജക്ട്സിലെ ഒരു മാനേജീരിയൽ സ്കിൽസ് ലഭ്യമാക്കാവുന്ന ഒരു സബ്ജക്റ്റ്. അതായത് അക്കൗണ്ട്സിനും ഫിനാൻസിനും ടാക്സേഷനൊക്കെ കുറേയും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് BCom എന്ന് പറയുന്നത്. പക്ഷേ BCom BBA കുറച്ചൊക്കെ സിമിലാരിറ്റീസ് വരുന്നുണ്ട്. നമ്മൾ ഏകദേശം സിമിലർ സബ്ജക്ട്സ് തന്നെയാണ് BComലും BBAയിലും പഠിക്കുന്നത്. അപ്പോൾ BBA ഒന്ന് അങ്ങോട്ട് ഒരു മാനേജ്മെൻറ്റ് തലത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് ടാക്സേഷനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഈ രണ്ട് പ്രോഗ്രാമിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ കൊമേഴ്സിൻ്റെ കോർ സബ്ജക്ട്സ് ആയിട്ടുള്ള അക്കൗണ്ടൻസി, ലോ, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ്, എക്കണോമിക്സ്, അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ലഭിക്കാവുന്ന രണ്ട് പ്രോഗ്രാമുകൾ തന്നെയാണ് ഈ രണ്ടും. അപ്പോൾ ഇതിലെ ഏത് രണ്ട് കോഴ്സിനെ നമ്മൾ വന്നാലും, ഇപ്പോൾ BCom ആയാലും BBA ആയാലും കരിയറിൽ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സുകൾ ഭൂരിഭാഗവും കുറേയൊക്കെ നമ്മൾ ഒരേ സബ്ജക്ട്സ് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമുക്കിതിൽ വരുന്ന കോമൺ ടോപ്പിക്സ് ഇൻക്ലൂഡഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഫിനാൻസ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ, മാർക്കറ്റിംഗ്, ഇക്കണോമിക്സ്, ടാക്സേഷൻ, ദെൻ നമ്മൾ ലോ പഠിക്കുന്നുണ്ട്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, QT, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ദെൻ ബിസിനസ് റിസർച്ച് മെത്തേഡ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, എൻട്രപ്രണർഷിപ്പ് മാനേജ്മെൻറ്റ്, പിന്നെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സബ്ജക്ട്സുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട്സിൽ നമുക്ക് ഒരു ബേസ്, അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസിലെ നമുക്കൊരു ബേസ് ഏതിൽ കിട്ടുന്നുണ്ട്, ഈ രണ്ട് പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് BCom BBA ഡിഗ്രിയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കൊമേഴ്സ് ഡിഗ്രിയിലൂടെ ആക്ച്വലി സ്റ്റുഡൻസിനെ എന്താണ് കിട്ടുന്നത്, വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് BCom BBA ഡിഗ്രി. ദെൻ അതിലെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് റെഡി ഫോർ ബോത്ത് കോർപ്പറേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എൻട്രപ്രണർഷിപ്പ്. അതായത് a student holding BCom BBA degree is well prepared to sustain as corporate employee or an entrepreneur. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു BCom BBA ഡിഗ്രി കൈവശമുള്ള ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിന് ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിട്ട്, കോർപ്പറേറ്റ് ജീവനക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു സംരംഭകനായിട്ടോ അയാൾക്ക് പോകുന്നതിന് അവർ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ നമുക്കൊരു കോർപ്പറേറ്റുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് അല്ലേ, നമുക്കൊരു ഒരു ജീവനക്കാരനായിട്ട് നമുക്ക് പോകാം. അതിനെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാണ് താല്പര്യമെങ്കിൽ ആ ബിസിനസ്സിനും നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിഗ്രി നേടിയിട്ടുള്ള ഒരു വ്യക്തി കോർപ്പറേറ്റ് ജീവനക്കാരനായിട്ടോ ഒരു സംരംഭകനായിട്ടോ ആകാനോ അദ്ദേഹം വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. Then the student has adequate knowledge of adapting to the changes in the flexible business world, can focus internationally and has in-depth understanding of the business world's market relevant aspects. അല്ലേ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ബിസിനസ് വേൾഡ് നമുക്കറിയാം, ബിസിനസ് വേൾഡ് എന്ന് പറയുമ്പോൾ വളരെ ഡൈനമിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അവിടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഈ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിനും അവരെ എന്താ പറയുക, അതിന് ആവശ്യമായിട്ടുള്ള അറിവ് ഈ കുട്ടികൾ നേടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിലൂടെ നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അന്തർദേശീയമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ദെൻ ബിസിനസ് വേൾഡിലെ അല്ലെങ്കിൽ വിപണി പ്രസക്തമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് അല്ലെ, മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അപ്പോൾ ആ ഒരു മാർക്കറ്റ് റെലവൻ്റ് ആസ്പെക്ട്സുകളെ കുറിച്ച്
ആഴത്തിലുള്ള ഒരു ധാരണയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിലൂടെ ലഭിക്കുന്നതാണ്. അപ്പം നമ്മളൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആവാൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജീവനക്കാരനാകാൻ നമ്മൾ ശരിക്കും ഇവിടെ എന്താണ് യോഗ്യരായിരിക്കും ഈ ഒരു ഇതിലൂടെ. അപ്പം അതിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും നമുക്കിതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ബിസിനസ് വേൾഡിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അതുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു എബിലിറ്റി നമുക്കിതിലൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇൻ്റർനാഷണലി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മാർക്കറ്റ് റെലവൻറ്റ് ആസ്പെക്ട്സുകളെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമ്മളിലൂടെ ഇതിലേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആവും. ഇനി സപ്പോസ് നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു എക്സ്പേർട്ട് അക്കൗണ്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മാർക്കറ്റ് കൺസൾട്ടൻറ്റിൻ്റെയോ സഹായമില്ലാതെ തന്നെ ഇപ്പോൾ നമ്മളൊരു എക്സ്പേർട്ട് അക്കൗണ്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് കൺസൾട്ടൻറ്റിനെയോ ഒക്കെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ഹയർ സാലറീസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് നമ്മൾ സാലറി മറ്റും കൊടുക്കാതെ തന്നെ ആ ഒരു ബിസിനസ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പ്രൊഫഷണലായിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും ഈ ഒരു കോഴ്സിലൂടെ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനും ഷുവർലി നമുക്ക് നേച്ചുറൽ ടാലൻറ്റ് ആവശ്യമാണ്. എന്നാലും ഈ ബിസിനസ് ആസ്പെക്ട്സുകളെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് വേൾഡിൽ ഒരു സ്ട്രോങ്ങർ പൊസിഷൻ നമുക്ക് ലഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏതിലൂടെ ലഭിക്കുന്നുണ്ട്? ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ പിന്നീട് നമുക്ക് വരുന്നത് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമത്തിലൂടെയുള്ളൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് പ്രോമിസിങ് കരിയറാണ്. പ്രോമിസിങ് കരിയർ നമുക്കൊരു കരിയർ ഉറപ്പ് നൽകുന്നുണ്ട്, ഈ ഒരു കോഴ്സ് ഉറപ്പ് നൽകുന്നുണ്ട് അല്ലേ? നമുക്കറിയാം ടുഡേ എവറി ബിസിനസ് നീഡ് എ കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഓർ ആൻ അക്കൗണ്ടൻറ്റ് ടു റൺ ദ ബിസിനസ് successfully. A commerce graduate have a good understanding of how the financial aspects of a business to be managed. അപ്പോൾ ദർ ഈസ് നെവർ എ ഷോർട്ടേജ് ഓഫ് ജോബ് ഇൻ ദിസ് ഫീൽഡ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് നടത്തി കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് എന്താവശ്യമാണ്? ഒരു കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിനെ ആവശ്യമാണ്. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റോ ഒരു കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റോ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി നമുക്ക് ഒരു ബിസിനസ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മസ്റ്റായിട്ടും ഒരു കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഓർ അക്കൗണ്ടൻറ്റ് ആ ബിസിനസ്സിനെ ആവശ്യമാണ്. കാരണം എന്താണ്? കൊമേഴ്സ് സ്റ്റുഡൻസിന് അറിയാം ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് എങ്ങനെ മാനേജ് ചെയ്യണം, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് മസ്റ്റായിട്ടും ഒരു ബിസിനസ്സിൽ ഉണ്ടാകും. അതിപ്പോൾ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിലും അവിടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ജോബിൻ്റെ ഒരു ഷോർട്ടേജ് ഒരിക്കലും നമുക്ക് അനുഭവപ്പെടില്ല. അപ്പം നമുക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രഷ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ വിവിധ സെക്ടറുകളിലായിട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കിപ്പോൾ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറുകളിലും ഗവൺമെൻറ് സെക്ടറുകളിലൊക്കെ ധാരാളം ജോലികൾ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് വേണമെന്നിപ്പോൾ നമുക്ക് വിവിധ ഗവൺമെൻറ് ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാം. BCom BBA ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ അവരുടെ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, അതായത് റവന്യൂ, ഡിഫൻസ്, ഫോറസ്റ്റ്, റെയിൽവേ തുടങ്ങിയിട്ടുള്ള അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഗവൺമെൻറ് ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ ബാങ്കിങ് ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിഗ്രി കോഴ്സിന് ശേഷം ഒരുപാട് പബ്ലിക് ആൻഡ് ഗവൺമെൻറ് ബാങ്ക് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ അവരെ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിങ് ജോബ്സ് നമുക്ക് കൊമേഴ്സിന് ശേഷം വരുന്നത് IBPSൻ്റെ പ്രൊബേഷണറി ഓഫീസേഴ്സ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ അവരെ
നാഷണൽ ലെവൽ എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഫോറിൻ ബാങ്കുകളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതായത് പ്രൊബേഷണറി ഓഫീസറായിട്ടും ക്ലർക്കുകളായിട്ടും പിന്നെ മാനേജ്മെൻറ്റ് പൊസിഷനിലൊക്കെ ഉള്ള ജോലികളിൽ നമുക്ക് അവരിലെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ RBIയുടെ ഗ്രേഡ് B ഓഫീസർ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. ശരിക്കും ഈ RBI ഗ്രേഡ് B ഓഫീസർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കേഡറിലുള്ള ഒരു എൻട്രി ലെവൽ പൊസിഷനാണ്. അവിടെ നമ്മളൊരു യങ് ഏജിൽ തന്നെ അവിടെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ RBIയുടെ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് ഡെപ്യൂട്ടി ഗവർണറുടെ പൊസിഷനിൽ വരെ എത്താവുന്നതാണ്. അപ്പോൾ അത്രയും നല്ല ഒരു അവസരം ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒന്നാണ് RBI ഗ്രേഡ് B ഓഫീസർ. നമുക്ക് നമ്മുടെ BCom BBA ഡിഗ്രി, അത് നമ്മുടെ ഈ ഒരു കൊമേഴ്സ് ഡിഗ്രിക്ക് ശേഷം അതിനെ നമുക്ക് അപ്ലൈ ചെയ്ത് പോവാവുന്നതാണ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർ, ജൂനിയർ അസോസിയേറ്റ് ക്ലർക്സ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ ഇന്ത്യൻ റെയിൽവേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിനെ കൊമേഴ്സ്യൽ അപ്രൻറ്റീസ്, അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ A ക്ലാസ് ഓഫീസർ, TTE സൂപ്പർവൈസർ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ LIC സെക്ടറിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ജോബിൻ്റെ ഭാഗമായിട്ട് SSC CGL എക്സാം ഒക്കെ ഉണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അവരെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിനെ അസിസ്റ്റൻ്റ് ഓഡിറ്റർ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, അതുപോലെ തന്നെ കമ്പൈലർ അങ്ങനെയുള്ള അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ UPSC അവരുടെ CDS എക്സാംസ് ഉണ്ട്. അവർ വർഷത്തിൽ 2 പ്രാവശ്യം കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ BCom BBA ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ കൊമേഴ്സ് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു സ്കിൽഡ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നമുക്ക് പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ ടോപ്പ് ടയർ കമ്പനീസുകളിലൊക്കെ ഒരു ഹാൻസം സാലറിയോട് കൂടിയിട്ട് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹൈ എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ജോബിൻ്റെ ഒരു ഷോർട്ടേജ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ സയൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്ട്സ് പോലെ നമുക്ക് ജോലി കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. നമുക്ക് 100% ഒരു ഷുവർ ഉണ്ടായിരിക്കും ഒരു ജോലിയുടെ കാര്യത്തിൽ. ദെൻ പിന്നെ നമ്മുടെ കരിയർ പ്രോസ്പെക്ട്സ് ആണ്. അതായത് നമുക്ക് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു BCom BBA ഡിഗ്രി ലഭിച്ചു കഴിഞ്ഞാൽ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നമുക്ക് എക്സലൻ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു BCom BBAക്ക് ശേഷം നമുക്ക് ഹയർ സ്റ്റഡീസിനെ പോകാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ വരുന്നുണ്ട്. അതായത് MCOMന് പോവാം. അപ്പോൾ BCom BBAക്ക് ശേഷം നമുക്ക് MCOMന് പോകാവുന്നതാണ്, MCAക്ക് പോകാവുന്നതാണ്, അതുപോലെ തന്നെ MBAക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒരു തിയറട്ടിക്കൽ നോളജ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കൊമേഴ്സിലൂടെ. ഇപ്പോൾ അക്കൗണ്ട്സ്, അതിനൊക്കെ അക്കൗണ്ട്സ്, ഫിനാൻസ്, അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക്, അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, BCom BBAക്ക് ശേഷം കൊമേഴ്സ്, മാസ്റ്റർ ഓഫ് കൊമേഴ്സിലേക്ക് പോകാവുന്നതാണ്. അതല്ല നമുക്ക് ഒരു ടെക്നിക്കൽ കരിയറാണ് നമുക്ക് താല്പര്യം, ദെൻ ജനറൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് ഏതിലേ പോകാവുന്നതാണ്, അതിലാണ് നമുക്ക് MCAക്ക് പോകാവുന്നതാണ്. ദെൻ
നമുക്കിപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജീരിയൽ കരിയറാണ് നമുക്ക് താല്പര്യമെങ്കിൽ നമുക്ക് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ട്. അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്. അവിടെ നമുക്ക് ബിസിനസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റിലെ നമുക്കൊരു കരിയർ ലഭിക്കുന്നതാണ് ആ ഒരു കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് BCom BBA എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന് ശേഷം നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3ഓളം അല്ലേ കൊമേഴ്സ് MCom MCA MBA ഫീൽഡിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്കിതിലേതെങ്കിലും പോവാം. അപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിലെ ഒരു ജോബ് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് അനലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്കണോമിസ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് നമുക്ക് വരണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ബെറ്റർ MCom ആണ്. BEd ഒക്കെ കഴിഞ്ഞ് ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ വരാം. ഇനി നമ്മളൊരു കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോട് താല്പര്യമുള്ള ജനറൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ കരിയർ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലരുമെങ്കിൽ നിങ്ങൾക്ക് MCAക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജീരിയൽ കരിയർ അല്ലെ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ തലപ്പത്ത് ഒരു മാനേജറായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ BCom BBA ഇതിന് പോകാവുന്നതാണ്, MBAക്ക് പോകാവുന്നതാണ്. ദെൻ നമ്മളൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ BCom BBAക്ക് ശേഷം നമുക്ക് ധാരാളം പ്രൊഫഷണൽ ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കുറച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലേ CA നമ്മളെപ്പോഴും കേൾക്കണതാണ്. BCom കഴിഞ്ഞാൽ CAക്ക് പോകണം അല്ലെങ്കിൽ ICWAക്ക് പോകണം അല്ലേ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്. അതിൽ കൂടുതൽ നമ്മൾ കേൾക്കുക ഏതാണ് CA. ഇപ്പോൾ MCom MBA MCA CA അതാണ് നമ്മളെപ്പോഴും പറയാറ്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കോഴ്സിന് പോകാം. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻറ്റ് അല്ലേ CWA അതിനെ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആ ഒരു CA അല്ലെങ്കിൽ CWAയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സർവീസസ് അതുപോലെ തന്നെ ബാങ്കിങ് IT കൺസൾട്ടൻസി മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടെലികമ്മ്യൂണിക്കേഷൻ BPO തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ജോലി ലഭിക്കും. അവിടെയൊക്കെ നമുക്ക് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടും കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ടും ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ടും ഫിനാൻസ് മാനേജറായിട്ടും അസിസ്റ്റൻ്റ് ഫിനാൻഷ്യൽ മാനേജറൊക്കെ ആയിട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ CAക്ക് പോവാം. CWA കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻ്റ് ആയിട്ട് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ കമ്പനി സെക്രട്ടറി ആ ഒരു കോഴ്സിനെ നമുക്ക് ചേരാവുന്നതാണ്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് ടൈംസിലെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് ഗ്രാജുവേഷന് ശേഷം ടോപ്പ് 3 കരിയർ ഓപ്ഷനിൽ ഒരു കരിയർ ഓപ്ഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് അവരെ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് SMM എന്ന് പറഞ്ഞിട്ട് SMM ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇൻബൗണ്ട് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ SEM SEO എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം വരുന്നതാണ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, പിന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് യൂസിങ് വേർഡ് പ്രസ്, ദെൻ മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ്, ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ദെൻ ബ്ലോഗിംഗ് ഫോർ ബിഗിനേഴ്സ്, ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഓപ്ഷൻസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ആഫ്റ്റർ ഗ്രാജുവേഷൻ നമുക്ക് ഏത് പോകാം ഈ ഒരു ഫീൽഡിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ടെക്നിക്കലായിട്ട് നമുക്ക് ജോബ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് BAT ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ്
ടാക്സേഷൻ വരുന്നുണ്ട് നമുക്ക്. ഈ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അക്കൗണ്ട്സ് ഫീൽഡിലെ ഒരു ബ്ലൂമിങ് കരിയർ നമുക്ക് നൽകുന്ന ഒരു കോഴ്സാണ് ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ടാക്സേഷൻ കംപ്ലയൻസ്, അതിലൊക്കെ ആ ഒരു ഫീൽഡിൽ നമ്മളെ എക്സ്പേർട്ടൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡ്, ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ദെൻ പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബജറ്റിങ്, കോസ്റ്റ് മാനേജ്മെൻറ്റ്, അസറ്റ് മാനേജ്മെൻറ്റ്, പെർഫോമൻസ് ഇവാലുവേഷൻ, അതിനെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ അതിലെ പഠിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പിന്നെ നമുക്ക് CMA, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നിങ്ങളിൽ പലരും നമ്മുടെ കോളേജിലെ ആഡ് ഓൺ കോഴ്സായിട്ട് നമ്മൾ CMA ചെയ്യുന്നുണ്ട്. നിങ്ങൾ BComൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ഒരു കോഴ്സാണ് CMA. അത് ഒരു നമുക്ക് ഇൻ്റർനാഷണലി ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് CMA ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ അനാലിസിസ്, മറ്റേ ഫിനാൻഷ്യൽ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സുകളിലൊക്കെ നമ്മളെ എക്സ്പേർട്ടൈസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് CMA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് CPA എന്ന് പറഞ്ഞിട്ട്, US CPA എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടിങ് കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഇൻ്റർനാഷണൽ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് കോഴ്സസ് ആണ് CMAയും CPAയും ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ആണ് ഈ ഒരു എക്സാം ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ എന്താ പറയുക, CA ഉണ്ടല്ലോ, അതിനേക്കാളും ഒട്ടും മൂല്യം കുറഞ്ഞതല്ല ഈ CPA എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ IFRS ഒക്കെ ഇല്ല, ഇൻ്റർനാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊക്കെ അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കരിയർ നൽകുന്ന ഒരു ഇതാണ് CPA കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് കോഴ്സിനെ നമുക്ക് ചേരാവുന്നതാണ് ഇതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കമ്പനിയുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫിനാൻസിൽ വരുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ CFA എന്ന് പറഞ്ഞിട്ട് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവിധ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ സംബന്ധിച്ച് കമ്പനിക്ക് സജഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ. നമുക്ക് സാധാരണ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനീസും പെൻഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഹൗസസ്, അവരൊക്കെയാണ് ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ കൂടുതലായിട്ടും റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ള കോഴ്സ് നമ്മൾ ഇതിന് ശേഷം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡിലൊക്കെ നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് വരുന്നുണ്ട് നമ്മുടെ ആഫ്റ്റർ കൊമേഴ്സ് ഡിഗ്രി. അതായത് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആ മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ അതിനെ സംബന്ധിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ച് തരുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ BCom BBA ഡിഗ്രിക്ക് ശേഷം നമുക്ക് ഈ ഒരു സർട്ടിഫൈഡ് കോഴ്സ് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, ദെൻ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോഴ്സ് വരുന്നുണ്ട്. ഇനി ബാങ്കിങ് സെക്ടറിൽ നമുക്ക് BCom BBAക്ക് ശേഷം ബാങ്കിങ് സെക്ടറിലാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ്, PGDB കോഴ്സ് എന്ന് പറയും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബാങ്കിങ്ങിൻ്റെ കുറേയും കൂടെ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, SIB എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് വരുന്നുണ്ട് ബാങ്കുമായി റിലേറ്റഡ് ആയിട്ട്, സർട്ടിഫിക്കറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്. പിന്നെ നമുക്ക് ഒരുപാട് ബിസിനസ് കറസ്പോണ്ടൻസ് കോഴ്സുകൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമുക്ക് ഉണ്ട് BCom BBAക്ക് ശേഷം ചെയ്യാനായിട്ട്.
പിന്നെ ഇൻഷുറൻസ് സെക്ടറിലും നമുക്ക് ഒരുപാട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് കോഴ്സസ് വരും. നമ്മൾ ഡിഫറെൻറ്റ് ഇൻഷുറൻസസിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. പേഴ്സണൽ ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടും നമുക്കവിടെ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് BCom BBAക്ക് ശേഷം ഹോട്ടൽ മാനേജ്മെൻറ്റിന് പോകാം. ആ ഒരു തലത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഫാഷൻ ഡിസൈനിങ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. LLBക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് IAS IPS IFS തുടങ്ങിയിട്ടുള്ള ഇതിനൊക്കെ നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു BCom BBA ഡിഗ്രിക്ക് ശേഷം നമുക്ക് ഒരുപാട് അവസരങ്ങൾ, നമുക്ക് ഹയർ സ്റ്റഡീസിന് ഒരുപാട് അവസരങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നമുക്ക് അത്തരം കോഴ്സുകൾ ചെയ്ത് അതാത് മേഖലകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ദെൻ നമുക്കിനി ജോബ് പ്രൊഫൈൽ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ജോലികളിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ജോബ് പ്രൊഫൈൽ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ധാരാളം ഒരു BCom ഗ്രാജുവേറ്റ്സിൽ അല്ലെങ്കിൽ BBA ഗ്രാജുവേറ്റ്സിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്കൊരു BCom ഗ്രാജുവേറ്റ്സ് ക്യാൻ വർക്ക് ആസ് ആൻ അക്കൗണ്ടൻറ്റ്, ഓഡിറ്റർ, കൺസൾട്ടൻറ്റ്, കമ്പനി സെക്രട്ടറി, ബിസിനസ് അനലിസ്റ്റ്, ദെൻ ഫിനാൻസ് ഓഫീസർ, സെയിൽസ് അനലിസ്റ്റ്, ജൂനിയർ അനലിസ്റ്റ്, ടാക്സ് അക്കൗണ്ടൻറ്റ്, ദെൻ സ്റ്റോക്ക് ബ്രോക്കർ, എക്കണോമിസ്റ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ട്രെയിനീസ്, അക്കൗണ്ടൻറ്റ് എക്സിക്യൂട്ടീവ്സ്, ഫിനാൻഷ്യൽ മാനേജർ, ദെൻ ലോൺ ആൻഡ് ക്രെഡിറ്റ് ഓഫീസർ, പോർട്ട്ഫോളിയോ മാനേജർ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, സ്റ്റാറ്റിസ്റ്റിഷ്യൻ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ്, ഫിനാൻസ് കൺട്രോളർ, ഫിനാൻസ് കൺസൾട്ടൻറ്റ്, ടാക്സ് കൺസൾട്ടൻറ്റ്, ദെൻ പിന്നെ നമുക്കിപ്പോൾ BBA ഒക്കെ ആണെങ്കിൽ അസറ്റ് ഓർ ഫണ്ട് മാനേജർ, ഫിനാൻസ് മാനേജർ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിസർച്ചർ, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ, ബിസിനസ് കൺസൾട്ടൻറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, ഹെഡ്ജ് ഫണ്ട് മാനേജർ, ഇങ്ങനെ നിരവധി ജോബ് പ്രൊഫൈൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ധാരാളം അല്ലേ, അത്രയും ഒരുപാട് അവസരങ്ങൾ BCom BBA സ്റ്റുഡൻസിന് ഉണ്ട്. ദെൻ നമ്മുടെ റിലേറ്റഡ് ജോബ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു BCom BBA ഗ്രാജുവേറ്റ്സിനെ എൻ്റർ ചെയ്യാവുന്ന ആ ഒരു റിലേറ്റഡ് ജോബ് ഏരിയാസ് നമുക്ക് ബിസിനസ് കൺസൾട്ടൻസീസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. ഇപ്പോൾ MCom MBA MCA ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ലെക്ചേഴ്സായിട്ടും ടീച്ചേഴ്സൊക്കെ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ഹൗസസ് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പബ്ലിക് അക്കൗണ്ടിങ് ഫേംസ്, ദെൻ പോളിസി പ്ലാനിങ്, ഫോറിൻ ട്രേഡ്, ബാങ്ക്, ബഡ്ജറ്റ് പ്ലാനിങ്, ഇൻവെൻ്ററി കൺട്രോൾ, മർച്ചൻ്റ് ബാങ്കിങ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ദെൻ ട്രഷറി ആൻഡ് ഫോറക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഫിനാൻസ് ഓർഗനൈസേഷൻസ്, എക്സ്പോർട്ട് കമ്പനീസ്, അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് എക്സെട്ര, ഇങ്ങനെ ധാരാളം റിലേറ്റഡ് ജോബ് ഏരിയാസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു കരിയർ പ്രോസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ BComനെ ഒട്ടനവധി അല്ലേ, BCom BBA ഡിഗ്രിക്കാർക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങൾ, ഒട്ടനവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണെന്ന് കാണാം. ഇതിനൊക്കെ പുറമെ നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ജോലികളെ കുറിച്ചും കാര്യങ്ങളാണ്. ഇതിന് പുറമെ നമ്മൾ പറഞ്ഞു ഓൺ ബിസിനസ് അല്ലേ, സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കിൽസും കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം, വാട്ട് ആർ ദ സ്കിൽസ് യു വിൽ ലേൺ വിത്ത് BCom BBA ഡിഗ്രി. എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് ഇതിലൂടെ, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്കിപ്പോൾ
ഒരു ജോബ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ നമ്മളൊരു എംപ്ലോയി ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കുറേ സ്കിൽസ് ഉണ്ട് അല്ലേ? അപ്പം ആ എല്ലാ സ്കിൽസും നമുക്ക് ഏതിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്പെസിഫിക് ഫീൽഡിൽ, അതായത് നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് ആണ് അല്ലേ? BCom BBA എന്ന് പറയുമ്പോൾ നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മുടെ സ്പെസിഫിക് ഫീൽഡ് എന്ന് പറയുന്നത് ഏത് ഫീൽഡൊക്കെയാണ്? മാർക്കറ്റ്, കസ്റ്റമേഴ്സ്, ഫിനാൻസ്, അതുപോലെ തന്നെ സ്ട്രാറ്റജി, കമ്മ്യൂണിക്കേഷൻ, IT, ബിസിനസ് പോളിസി. അപ്പം നമ്മുടേതായിട്ടുള്ള ആ ഒരു അക്കൗണ്ട്സ്, അപ്പം നമ്മുടേതായിട്ടുള്ള ആ ഒരു സ്പെസിഫിക് ഫീൽഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടാർഗറ്റഡ് സ്കിൽസ് എല്ലാം തന്നെ ഏതിലൂടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം? ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കിതിലൂടെ ലഭ്യമാകുന്നതാണ്. അത് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമുക്ക് ഏതിലൂടെ ലഭിക്കുന്നതാണ്? ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, കാരണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു എൻവയോൺമെൻറ്റ്, നമ്മുടെ ഒരു ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിലും സ്വന്തമായിട്ട് നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിലും അവിടെ വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ആ ഒരു അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു അത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്കിൽസൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പേര് ആ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് മസ്റ്റാണ് അല്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് മസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്കില്ല് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ഒരുപാട് ക്ലയൻസുമായിട്ടും കസ്റ്റമേഴ്സുമായിട്ടും നമുക്ക് ഇടപെടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും ധാരാളം ക്ലയൻസുമായിട്ട് നമുക്ക് ഇൻ്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അവരുമായിട്ട് നല്ല രീതിയിൽ ഇൻ്ററാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. അപ്പോൾ പീപ്പിൾ സ്കിൽസ്, അതുപോലെ തന്നെ നെഗോഷിയേഷൻ സ്കിൽസ്, ഈവൻ ഹോസ്പിറ്റാലിറ്റി സ്കിൽസ് വരെ നമുക്ക് ഒരു സ്മൂത്ത് ഓപ്പറേഷൻസിന് അല്ലെങ്കിൽ സ്മൂത്ത് വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സ്കിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിലൂടെ നമുക്ക് ലേൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അല്ലേ? അപ്പോൾ നമുക്ക് സക്സസ് ആവണം, നമ്മുടെ കരിയറിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ഇത്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. അപ്പോൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ടീച്ച് യു ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. അപ്പോൾ നമ്മുടെ മൈൻഡ് വളരെ ഷാർപ്പാക്കി വെക്കുന്നതിനും അതുപോലെ തന്നെ ടഫ് സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്കൊരു സ്മൂത്ത് വേല അതിനുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനൊക്കെ നമ്മളെ ഒരു ഡിഗ്രി പ്രോഗ്രാം സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്കിതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ഒരു 3 വർഷത്തെ പഠനത്തിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ? നമുക്കൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലോജിക്കൽ ഡിസിഷൻ എടുക്കുന്നതിനും ഈ ഒരു 3 വർഷത്തെ പഠനം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ആൻഡ് എക്സ്ചേഞ്ച് ചേഞ്ചസ് അല്ലേ? ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ബിസിനസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കരിയർ എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു കൊമേഴ്സ് ബിസിനസ് ആ ഒരു ഇതിലേക്ക് ഇടുന്നിട്ടാണ് നമ്മുടെ കരിയർ, മെജോറിറ്റി നമ്മുടെ കരിയർ ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കണം.
നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എക്കണോമിക് ഫ്ലക്ച്വേഷൻസിനെ കുറിച്ചും എക്സ്റ്റേണൽ ചേഞ്ചസിനെ കുറിച്ചും അല്ലേ, എക്കോണമിയെ കുറിച്ചൊക്കെ നമുക്ക് ഡീപ്പായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ചും നമ്മളൊരു എൻട്രപ്രണർ എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമുക്ക് അവിടെ ഒരു പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു എക്കണോമിക് ഫ്ലക്ച്വേഷൻസും എക്സ്റ്റേണൽ ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോളജ് ഓഫ് പാറ്റേൺ, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക് ഫോർമുലാസ് എക്സെട്ര ഇതൊക്കെ നമ്മളെ ഈ ഒരു ഇതിലേക്ക് എത്തിക്കുന്നതിനെ സഹായിക്കും. അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ മെത്തേഡ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് സ്കിൽസ് അല്ലേ, ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് പ്രസൻറ്റേഷൻ മെത്തേഡ്സ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ്. അവിടെയും നമുക്ക് ഒരുപാട് അല്ലേ, എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ഇപ്പോൾ ഒരു മെമ്മോയോ ഒരു സർക്കുലറോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വേണം, അത് എങ്ങനെ എഴുതണം, അത് വെർബലി എങ്ങനെ പ്രൊഫഷണലായിട്ട് പ്രസൻറ്റ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ആ ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് അതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അത് എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു സ്കില്ല് നമുക്കതിലൂടെ ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രൊജക്റ്റ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് അല്ലേ. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഈസി ജോബ് ഒന്നല്ല. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ആ ഒരു ഡെലിവറബിൾ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ടൈപ്പ് ഓഫ് റിസോഴ്സസ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഈസി ജോബ് ഒന്നല്ല. അവിടെ നമുക്ക് ഇനീഷിയേഷൻ, അതുപോലെ പ്ലാനിങ്, എക്സിക്യൂട്ടിങ്, കൺട്രോളിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വേണം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നതിന് നമുക്ക് ഒരുപാട് സോഫ്റ്റ് സ്കിൽസും ടെക്നിക്കൽ ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്കിൽസൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സ്കില്ല്, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു ഡിഗ്രി കോഴ്സിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കിൽസ് നമുക്കിതിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി അല്ലേ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി പ്രോഗ്രാമിലെ ഏത് ചെയ്യുന്നുണ്ട്, ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ഈ ഡിഗ്രി പ്രോഗ്രാം എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഡൈനമിക് എൻവയോൺമെൻറ്റിൽ ഒരു സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനെ എൻകറേജ് ചെയ്യുന്നു, ഈ ഒരു ഡിഗ്രി പ്രോഗ്രാം എൻകറേജ് ചെയ്യുന്നു. അപ്പം അതിന് പുറമെ യു വിൽ ലേൺ ഹൗ ടു എൻഗേജ് ഇൻ ഡെപ്ത് റിസർച്ച്. അതുപോലെ തന്നെ യു വിൽ ലേൺ ദ ഫൈനൽ പോയിൻറ്റ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്, ദെൻ ഓൾസോ ലേൺ ടു ലീഡർഷിപ്പ് സ്കിൽസ് എക്സെട്ര. അങ്ങനെ ഒരുപാട് സ്കിൽസ് നമുക്ക് ഏതിലൂടെ ലഭിക്കുന്നുണ്ട്, ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കരിയർ ഇപ്പോൾ ഈ കൊമേഴ്സ് റിലേറ്റഡ് ഏരിയാസിൽ നിന്ന് വിട്ട് നമ്മൾ മറ്റേതെങ്കിലും ഒരു ഫീൽഡിലാണ് നമ്മൾ നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനും ഉപകാരപ്രദമായിട്ടുള്ള കുറേ സ്കിൽസാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏതിലൂടെ കിട്ടുന്നു, ഈ ഒരു ഡിഗ്രി എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ പലരും ചിലപ്പോൾ എങ്ങനെ കൊമേഴ്സിലേക്ക് വന്നതാവാം, കൊമേഴ്സ് ഇപ്പോൾ സയൻസിന് സീറ്റ് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സയൻസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തിയറി പഠിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് കൊമേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടോ, അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കൊമേഴ്സ് പാഷൻ അല്ലാതെ വന്ന പലരും നിങ്ങളിൽ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ
ഒട്ടും എന്താ ഉണ്ടാവുക, നിങ്ങൾക്കൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല. ഈ ഒരു കോഴ്സ് 3 വർഷം നിങ്ങളിപ്പോൾ ഈ ഒരു കൊമേഴ്സ് ഡിഗ്രി കോഴ്സ് നിങ്ങൾ ഈ ഒരു 3 വർഷം പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് വാല്യൂസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കിത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ കുറേയും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തീർച്ചയായും നിങ്ങളെ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സയൻസ് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ മാറ്റിവെച്ചിട്ട് കൊമേഴ്സ് പാഷനാക്കിക്കൊണ്ട് കൊമേഴ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാനും നല്ലൊരു ജോബ്, ഒരു ഹാൻസം സാലറിയോടുകൂടെ നല്ലൊരു ജോബ്, നല്ലൊരു സെക്ടറിലെ നല്ലൊരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ പറഞ്ഞത് BCom BBA ഡിഗ്രി എടുത്താൽ നമുക്കുള്ള ബെനഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിലെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം, ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ലൊരു പോസ്റ്റിൽ നമുക്ക് ജോലിക്ക് കയറുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ജോബ് ഏരിയാസും അതുപോലെ തന്നെ ജോബ് പ്രൊഫൈൽ ഓപ്ഷൻസും അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കത് കുറച്ചൊക്കെ ഉപയോഗപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം നമുക്കറിയാം, ഇങ്ങനെ ഒരു കൊറോണ കാലമൊക്കെയാണ്, നമുക്ക് ഒരുമിച്ച് നേരിൽ കണ്ട് ഒരു ക്ലാസ് നമുക്ക് എന്നാ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുക. നമുക്ക് എത്രയും വേഗം നേരിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.